അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ അന്ന് ദേവദാസ് മത്സരിച്ചിട്ടുണ്ട്, തോറ്റിട്ടുണ്ട്. കുഞ്ഞാലിയെ മത്സരിച്ചിട്ടുള്ളൂ. പിന്നെ മത്സരിച്ച ടി.കെ. ഹംസ ആവട്ടെ, മമ്പാട് അബ്ദുറഹിമാൻ മാസ്റ്റർ ആവട്ടെ, അൻവർ മാസ്റ്റർ ആവട്ടെ, സ്വതന്ത്രന്മാരെ നിർത്തിയാണ് ഈ മണ്ഡലത്തിൽ അവർ ഇടതുപക്ഷ മുന്നണി പയറ്റിയത്, കളിച്ചത്. അല്ലാതെ ഇതൊരു കുത്തക മണ്ഡലമൊന്നുമല്ല. ബംഗാളും ത്രിപുരയും ഒന്നും ക്ലച്ച് പിടിക്കുന്നില്ല, ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അവശേഷിക്കുന്ന തുരുത്ത് കേരളമാണ്. അതിൻ്റെ ഒരു പടപ്പും പോരാട്ടവും അതിൻ്റെയൊക്കെ ഒരു നെഞ്ചിടിപ്പും അവരിൽ പ്രതിഫലിക്കും. ഞങ്ങൾക്ക് ബേജാറൊന്നുമില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ദിരാഗാന്ധി തോറ്റിട്ടുണ്ട്, ഇന്ത്യ ഒട്ടാകെ പോയിട്ടുണ്ട്. ഇപ്പോൾ കർണാടകയിലുണ്ടായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. ഞാൻ കർണാടകയിൽ മാർക്സിസ്റ്റ് പാർട്ടി 4 സീറ്റിൽ മത്സരിച്ചെടുത്ത്, ഈ CPM കർണാടകയിൽ 4 സീറ്റിൽ മത്സരിച്ചെടുത്ത് കെട്ടിവെച്ച കാശ് കിട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല, ആ കെട്ടിവെച്ച കാശ്, കെട്ടിവെച്ച കീസ്, ആ സഞ്ചി പോലും കിട്ടിയിട്ടില്ല. ഞങ്ങൾ മത്സരിക്കണത് സുരാജും പിന്നെ ബാബുട്ടിയാക്കയും കൂടെ മത്സരിക്കണത്. അല്ലാത്തൊരു അൻപറായിട്ട് ഘടകമേയല്ല. അതിനെ ഞങ്ങൾ തോണ്ടാൻ തയ്യാറല്ല. ഈ നെല്ലിൻ്റെ ഇടയിൽ പതിരിവട്ടമായിട്ടൊരു വ്യക്തിയാണ് അദ്ദേഹം ഞങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് ഞങ്ങൾ ഈ നിയോജക മണ്ഡലത്തിൽ, നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ഇത് 3ാമത്തെ ഉപതെരഞ്ഞെടുപ്പാണ് എൻ്റെ ജീവിതത്തിൽ. 1970 സഖാബ് കുഞ്ഞാലി മരണപ്പെട്ട ശേഷം 1970 ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു. MP ഗംഗാധരൻ മത്സരിക്കുന്നു കോൺഗ്രസിൻ്റെ. അത് കഴിഞ്ഞിട്ട് പിന്നെ 1977 ആര്യാടൻ കുഞ്ഞാക്ക മത്സരിക്കുന്നു, സാക്ഷാൽ ആര്യാടൻ മുഹമ്മദ് മത്സരിക്കുന്നു. ഇവിടെ നടന്ന തെരഞ്ഞെടുപ്പുകൾ 1980 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ വന്നപ്പോൾ ആര്യാടൻ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു, ആര്യാടൻ മുഹമ്മദ് സാർ അവിടെ വിജയിക്കുന്നു. അതിൻ്റെ അപ്പുറവും ഇപ്പുറവും ഒക്കെ കൂട്ടിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിലും അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ ഒന്ന് കുഞ്ഞാലി, അരിവാൾ ചുറ്റിക നക്ഷത്രം ചിഹ്നത്തിൽ കുഞ്ഞാലിയും മത്സരിക്കുക ചെയ്തിട്ടുണ്ടെങ്കിലും പരാജയപ്പെട്ടിട്ടുണ്ട് ദേവദാസ് പൊറ്റക്കാട്. ഈ നിയോജക മണ്ഡലം ഇടത് CPMൻ്റെ ഒരു കുത്തക മണ്ഡലമൊന്നുമല്ല. ഇപ്പോൾ സ്വരാജിനെ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ നിർത്തിയത് ഗതികേട് കൊണ്ടാണ്. ഇപ്പോൾ ഒരു സ്വതന്ത്രനെ നിർത്തുക എന്ന് പറയുന്നത് CPMനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ ഇപ്പോൾ ഇനി ഈ ബുദ്ധിമുട്ടൊക്കെ ആയി, ഈ മാനക്കേടൊക്കെ ഉണ്ടായി, ഈ അൻവർ ഈ പറഞ്ഞ പോലെ മരണപ്പെട്ടിട്ടല്ല ഈ തെരഞ്ഞെടുപ്പ്, രാജിവെച്ചത് കൊണ്ടാണ്. അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ ഒരാളെ നിർത്തല്ലാതെ രക്ഷല്ല, മുഖം രക്ഷിക്കാൻ വേണ്ടി അവർ കാണിച്ചതാണ് ഈ തെരഞ്ഞെടുപ്പ്. അല്ലാതെ ജയിക്കാൻ വേണ്ടിയിട്ടല്ല. അല്ല, ഈ നിയോജക മണ്ഡലം ഒരിക്കലും CPMൻ്റെ കുത്തകയല്ല. ആണെങ്കിൽ CPM ഏതോ കാലത്ത് പണ്ടേ മുതലേ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ ഇവിടെ മത്സരിക്കണമായിരുന്നു. ഈ സ്വരാജ് ജീവിച്ചിരിപ്പുണ്ട്, അതല്ലെങ്കിൽ അതുപോലത്തെ സഖാക്കൾ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്. അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മുമ്പും മത്സരിച്ച് ഇത് കുത്തക മണ്ഡലമാണെന്ന് സമൂഹത്തിന് ഈ ബോധ്യപ്പെടുത്തണമായിരുന്നു. കാണിക്കാത്തത് ഇപ്പം മാനക്കേടുകൊണ്ട്. കാരണം ചിഹ്നത്തിലല്ലാതെ ഒരാളെ ഇപ്പോൾ നിർത്തിയിട്ടുണ്ടെങ്കിൽ ഈ പണിയൊന്നും ഞങ്ങൾ എടുക്കേണ്ടി വരില്ല. ചിഹ്നത്തിൽ നിർത്തിയിട്ട് നമ്മളെ ചിഹ്നത്തിൽ നിർത്തി കോത്താമ്പി കാട്ടി പേടിപ്പിക്കുക എന്നുള്ളൂ. ഈ മണ്ഡലം CPMൻ്റെ കുത്തക മണ്ഡലമൊന്നുമല്ല. അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ അന്ന് ദേവദാസ് മത്സരിച്ചിട്ടുണ്ട്, തോറ്റിട്ടുണ്ട്. കുഞ്ഞാലിയെ മത്സരിച്ചിട്ടുള്ളൂ. പിന്നെ മത്സരിച്ച ടി.കെ. ഹംസ ആവട്ടെ, മമ്പാട് അബ്ദുറഹിമാൻ മാസ്റ്റർ ആവട്ടെ, അൻവർ മാസ്റ്റർ ആവട്ടെ, സ്വതന്ത്രന്മാരെ നിർത്തിയാണ് ഈ മണ്ഡലത്തിൽ അവർ ഇടതുപക്ഷ മുന്നണി പയറ്റിയത്, കളിച്ചത്. അല്ലാതെ ഇതൊരു കുത്തക മണ്ഡലമൊന്നുമല്ല. അതുകൊണ്ട് ഈ മണ്ഡലത്തിൽപ്പെട്ട ഒരാളെ നിർത്തി ഇവിടെ പേടിപ്പിക്കുക എന്ന് പറഞ്ഞത് ഈ നിയോജക മണ്ഡലത്തിൻ്റെ ചരിത്രമറിയുന്ന പ്രബുദ്ധരായ ജനങ്ങൾ പുച്ഛിച്ചു തള്ളും. ഒരു സംശയവും വേണ്ട. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ ചാലിയാർ പുഴ ഒഴുകുന്നുണ്ട്. ആ ചാലിയാർ പുഴയിലെ മലവെള്ളപ്പാച്ചിലെ കുത്തൊഴുക്കാണ് ഈ കാണുന്നതൊക്കെ, ഈ ബോട്ടും ഈ കാണിക്കുന്ന കോപ്രായൊക്കെ. ഇതിൻ്റെ അവസാനത്തെ തെളിനീര് ചാലിയാർ വേനൽക്കാലത്ത് നല്ല തെളിനീരായി കുളിക്കാനും കുടിക്കാനും പറ്റുന്ന ശുദ്ധജലമായി അവശേഷിക്കാറുണ്ട്. ഇപ്പോൾ ഈ മലവെള്ളപ്പാച്ചിലെ കുത്തൊഴുക്കൊക്കെ ഒഴുകിയിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ കൈപ്പത്തി ചിഹ്നത്തിൽ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി UDF വിജയിക്കും. ഒരു സംശയം വേണ്ട. അതാണ് ഇവിടെ സംഭവിക്കുക. തൃക്കാക്കരയിൽ വന്നത്, പുതുപ്പള്ളിയിൽ വന്നതും തൃക്കാക്കരയിൽ വന്നതും പാലക്കാട്ട് വന്നതും ഈ മുഖ്യമന്ത്രിയും പരിവാരങ്ങളും തന്നെയാണ്.
അവരൊക്കെ അവിടെ വന്നിട്ട് അവിടെയൊക്കെ കിട്ടുണ്ണി സർക്കസ് എന്നാണ് ഞാൻ പറയാറുള്ളത്. ആ കിട്ടുണ്ണി സർക്കസും പിണറായി വിജയൻ്റെ ആ ഗവൺമെൻറ്റും മിനിസ്റ്ററിയും അവരുടെ എല്ലാ ഫുൾ ഫോഴ്സ് ഉപയോഗിച്ച് തന്നെയാണ് ആ മണ്ഡലങ്ങളിലൊക്കെ വന്നത്. അവരെന്നെയാണ് ഇവിടെയും വന്നത്. ഞാൻ പറഞ്ഞ മലവെള്ളപ്പാച്ചിലെ കുത്തൊഴുക്ക് അവസാനിക്കുമ്പോൾ ഇവിടെ നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൻ്റെ ശേഷമുള്ള യഥാർത്ഥത്തിലെ തെളിനീര് ചാലിയാറിലെ വെള്ളം പോലെ ചാലിയാറിൻ്റെ കരയിലെ ഈ നിലമ്പൂരിന് കാണാൻ സാധിക്കും. ആര്യാടൻ ബാപ്പുട്ടി, ഞങ്ങൾ പറയുന്ന ബാപ്പുട്ടി, ഷൗക്കത്ത് ഇവിടെ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കും. ഒരു സംശയം വേണ്ട. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പോൾ ഈ ചരിത്രം അറിയാത്ത ആളുകളല്ലല്ലോ എം സ്വരാജൊക്കെ. അപ്പോൾ പറഞ്ഞു വരുന്നത് എം സ്വരാജ് അടക്കമുള്ള ഒരു ചരിത്രം അറിയാത്ത ആളുകളല്ല, അവരുടെ ഒരു ഗതികേട് കൊണ്ടാണോ ഇപ്പോൾ ഇവിടെ നിൽക്കേണ്ടി വരുന്നത്? അവർക്ക് ഇതല്ലാതെ പിന്നെ ഈ രക്ഷയില്ല. കാരണം എന്ന് പറഞ്ഞാൽ അവരെ കാര്യം സംബന്ധിച്ചിടത്തോളം മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇന്ത്യ രാജ്യത്ത് ഭരിക്കുന്ന ഏക സംസ്ഥാനം കേരളം. ബംഗാൾ ഭരിച്ചിരുന്നു, ത്രിപുര ഭരിച്ചിരുന്നു, ബുദ്ധദേവ് ഭട്ടാചാര്യ, ജ്യോതി ബസു ഒക്കെ ഭരിച്ചിരുന്ന ബംഗാളും ത്രിപുരയൊക്കെ നഷ്ടപ്പെട്ട് അവശേഷിക്കുന്ന ഒരു തുരുത്താണ് കേരളം. ഇത് അവരുടെ ജീവൻ മരണ പോരാട്ടമാണ്. ഇതെങ്ങാനും നഷ്ടപ്പെട്ടാൽ, കിട്ടിയില്ലെങ്കിൽ, ഇതും പോയാൽ അടുത്ത പ്രാവശ്യം കേരളം ഇല്ലെങ്കിൽ പോളിറ്റ് ബ്യൂറോ പിരിച്ചുവിടേണ്ടി വരും. ആ ബേജാറുണ്ടാവും. എന്തിനാ പിന്നെ പോളിറ്റ് ബ്യൂറോ? ഈ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ സാധിക്കാതെ പോയാൽ മാർക്സിസ്റ്റ് പാർട്ടി എന്താകുമെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഊഹിച്ചോ? മൂന്നാമതും പിണറായി വിജയൻ സർക്കാർ എന്നുള്ള മുദ്രാവാക്യത്തിനൊരു കരണത്തടിയായിരിക്കുമോ ഈ തെരഞ്ഞെടുപ്പ്? യാതൊരു സംശയം വേണ്ട. കാരണം എന്ന് പറഞ്ഞാൽ അത് കൊറോണ വന്നപ്പോൾ ജനങ്ങളൊക്കെ വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് കിറ്റൊക്കെ കൊടുത്തു, ഗ്യാസ് വാങ്ങാൻ 1000 ഉറുപ്പിയും കൊടുത്തു. 8 മാസത്തിനകത്ത് ഒരു പ്രാവശ്യം മാത്രമാണ് വീടുകളിൽ 1000 ഉറുപ്പ്യ കിട്ടിയതും കിറ്റുകളൊക്കെ കൊടുത്തതും. ആ കിറ്റുകളും ഇതൊക്കെ കണ്ടപ്പോൾ ജനങ്ങൾ വിചാരിച്ചു ഈ കൊറോണ അവസാനിക്കൂല, ഇത് ലോകാവസാനം, ഇന്നത്തെ ലോകാവസാനത്തിൻ്റെ ആരംഭമാണ് ഈ കൊറോണ. ചൈനയിലെ വുഹാനിൽ നിന്ന് തുടങ്ങിയിട്ട് അവിടെയൊക്കെ തിരിഞ്ഞു മറിഞ്ഞ് ഫ്രാൻസും ഇറ്റലിയും ജർമ്മനും അമേരിക്കയൊക്കെ കഴിഞ്ഞ് ഇവിടെ നമ്മളെ നാട്ടിൽ വന്നപ്പോൾ പിണറായി ഗവൺമെൻറ്റാണ്. ജനങ്ങളൊക്കെ അന്തം വിട്ടപ്പോൾ ജനങ്ങൾ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടോ വോട്ടുകൾ ചെയ്തു പോയി. അതിൻ്റെ ഖേദത്തിലാണ്. അതിൻ്റെ തെളിവുകൾ ആ തൃക്കാക്കരയും പുതുപ്പള്ളിയിലും പാലക്കാടും ഒക്കെ കണ്ടത്. അവരവിടെയൊക്കെ പറ്റിയത് ഇത് തന്നെയാണ്. ഗവൺമെൻറ്റിൻ്റെ 100 സീറ്റ് തികക്കാനാണ് തൃക്കാക്കര പോയത്, 99 100 അവിടെ 100 കുറഞ്ഞു വരിക, 100 കീഴ്പോട്ടേക്കാണ് വരുന്നത്, 98 97 വരികയാണ്. അങ്ങനെ പാമ്പും കോണിയും കളിച്ച മാതിരി അവസാനം ഈ നിലമ്പൂരിൽ നിന്ന് മാർക്സിസ്റ്റ് പാർട്ടി ഉദയം ചെയ്തത്, ഞാൻ നിർത്തുകയാണ്, മാർക്സിസ്റ്റ് പാർട്ടി ഉദയം ചെയ്തത് പിണറായിലെ പാറപ്പുറത്തു നിന്നാണ്. ഈ പിണറായിലേക്ക് എത്തിയപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിൻ്റെ സമ്മേളനങ്ങളൊക്കെ ഈ കേരളത്തിലപ്പോൾ നടക്കുന്നത് അവിടെ ഞങ്ങളെ കർണാടകയിൽ ഒറ്റക്ക് ഭരിക്കുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒറ്റക്ക് ഭരിക്കുന്നു. ആ കോൺഗ്രസിനായിട്ട് അവിടെ പോരാടുന്നത് ഇവർ മറ്റേ സാനിറ്റോറിയത്തിൽ ക്ഷയരോഗി ഗാമനെ ഗുസ്തിക്ക് വെല്ലുവിളിച്ച പോലെയാണ് നിലമ്പൂരിൽ വന്നിട്ട് അരിവാൾ ചുറ്റിക നക്ഷത്രം കാട്ടി നമ്മളെ അമിട്ട് പൊട്ടിക്കുന്ന ആശാമാരെ ഉടുക്ക് കൊട്ടി പേടിപ്പിക്കുക. കോൺഗ്രസ് ഇനിയും ഇന്ത്യ രാജ്യത്ത് പല സംസ്ഥാനത്തും അധികാരത്തിൽ വരും. ഇവർ ഈ സംസ്ഥാനത്ത് നിന്ന് റെഡും ഫോളറും സ്ട്രൈക്കറും അവിടെ ത്രിപുരയും കേരളവും ബംഗാളും ഒക്കെ കഴിഞ്ഞിട്ട് കെട്ടി പോണ്ടി വരും. പോളിറ്റ് ബ്യൂറോ, പിന്നെന്തിനാ പോളിറ്റ് ബ്യൂറോ? ഒന്നും വേണ്ടി വരില്ല. ഞങ്ങൾക്കറിയാം എന്ത് സംഭവിക്കും. താങ്ക് യു സോ മച്ച്.